അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ലോകത്തിൻ്റെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ചാരത്ത് ചെല്ലാനും അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ സലാമുകൾ വർദ്ധിച്ച് പൊരുത്തം കരസ്ഥമാക്കാനും നാളാഖിറത്തിൽ അവിടുത്തോടൊന്നിച്ച് സ്വർഗീയ ആരാമം പുകാനും അള്ളാഹു ജല്ല ജലാലുഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹുജ്റ ഷരീഫിക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന പച്ചക്കുബ്ബ, അത് പച്ചക്കുബ്ബയായി മാറിയത് നേരത്തെ തന്നെ അങ്ങനെയാണോ, പിന്നീട് അങ്ങനെ ഉണ്ടായതാണോ എന്ന വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പച്ചക്കുബ്ബ എന്ന് പലപ്പോഴും നാം പറയുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ മേലെയുള്ള കുബ്ബ ഹിജ്റ 678 നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. സുൽത്താൻ മൻസൂർ കലാവുൻ സാലിഹിയുടെ കൽപ്പനപ്രകാരമാണ് അത് നിർമ്മിച്ചത്. പിന്നീട് പലരും അതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ട്, പുനർനിർമ്മാണം, അതുപോലെ തന്നെ അത് മോടി കൂട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ ഇത് പച്ചക്കുബ്ബ ആയിരുന്നില്ല. പിൽക്കാലത്ത് ആണ് അത് പച്ചക്കുബ്ബ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുള്ള കാരണം ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്യാദി കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും ചരിത്രപരമായ ഈ വിവരം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനിടയിൽ ചെറിയ കുബ്ബയെക്കുറിച്ച് നാം ഓർമ്മപ്പെടുത്തി. അത് യഥാർത്ഥത്തിൽ 881 അതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. വലിയ കുബ്ബയാണ് 678 ഹിജ്റ 678 നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. എന്നാൽ ഈ കുബ്ബയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നിരവധി ആളുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് ഇത് പച്ചക്കുബ്ബയായത് എന്നതിൻ്റെ ചരിത്രം തന്നെ നമുക്ക് പരിധി നോക്കിയാൽ 13-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ ഖാസി മഹ്മൂദിൻ്റെ കാലത്ത് കുബ്ബയുടെ മേൽഭാഗത്ത് ചില വിള്ളലുകൾ ദൃശ്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം കുബ്ബയുടെ മേൽഭാഗം പൊളിച്ചു ശക്തവും വിദഗ്ധവുമായ വിധത്തിൽ ഒരു പുനർനിർമ്മാണം നടത്തുകയുണ്ടായി. ആ പുനർനിർമ്മാണത്തോടനുബന്ധിച്ചുകൊണ്ട് അതിന് യഥാർത്ഥത്തിൽ ഈ 13-ാം നൂറ്റാണ്ട് വരെ അതിൻ്റെ കളറ്, ഈ പച്ചക്കുബ്ബയുടെ കളറ് നീല നിറമായിരുന്നു. തകിടുകൾ, ഇതിൻ്റെ മേലെ അടിച്ചിട്ടുള്ള തകിടുകൾ, ആ തകിടിൻ്റെ നീലവർണ്ണമായിരുന്നു അതിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് അത് പച്ചക്കുബ്ബയായി വരുന്നത്. മഹാനായ സുൽത്താൻ ഖാസി മഹ്മൂദിൻ്റെ കാലഘട്ടത്തിൽ ആ പുനർനിർമ്മാണത്തിന് ശേഷം അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നു. ഹിജ്റ 1235 അദ്ദേഹം പച്ച ചായം പൂശാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. മക്ബറിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ പച്ചക്കുബ്ബകൾ പല സ്ഥലത്തും കാണാം, പച്ച ചായം നൽകുന്നതും കാണാം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അത് പച്ച ചായം കൊടുത്തുകൊണ്ട് കൂടുതൽ പ്രശോഭിതമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ കഅബയുടെ ഖബർ ഷരീഫിലേക്ക് ഒരു ദ്വാരം കൊടുത്തിട്ടുണ്ട്. താഴെ കുബ്ബയുടെ മേൽഭാഗത്ത് ആകാശത്തിനും ഖബറിനുമിടയ്ക്ക് മറയില്ലാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ ദ്വാരം. ആ കുബ്ബയുടെ മുകളിൽ കുബ്ബയിലേക്ക് പ്രാവുകൾ വീഴാതിരിക്കാൻ ഒരു നേർത്ത കമ്പിയും നൽകിയിട്ടുണ്ട്, കമ്പിവേലി. ഈ ചെറിയ കുബ്ബയുടെ ദ്വാരത്തിന് അതിൻ്റെ നേരെ തന്നെ പച്ച കുബ്ബയിലും ഒരു ദ്വാരമുണ്ട്. സൂര്യൻ മധ്യത്തിലെത്തുകയും
ഒന്നാം ദ്വാരത്തിന് നേരെ സ്ഥാനം പിടിക്കുകയും ചെയ്താൽ സൂര്യപ്രകാശം ചെറിയ കുബ്ബയിലെ ദ്വാരത്തിലും അതിലൂടെ പുണ്യ ഖബർ ഷരീഫിലേക്കും ഒരു നിമിഷം എത്തിച്ചേരും. എന്നാൽ മഴയാകട്ടെ ഈ രണ്ടു ദ്വാരങ്ങളിലൂടെ എല്ലായ്പ്പോഴും ഖബറിടത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കും. തുഹ്ഫത്തുൽ ലത്തീഫ ഫി ഇമാറത്തിൽ മസ്ജിദ് നബി എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം നമുക്ക് കാണാം. ഈ ദ്വാരം പച്ചക്കുബ്ബയുടെ മേൽഭാഗത്ത് കിബിലയുടെ ഭാഗത്താണ് എന്നും പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. അല്ലാഹു ആ പച്ചക്കുബ്ബയിൽ വിശ്രമിക്കുന്ന മഹാനായ ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദതും പൊരുത്തവും എക്കാലവും നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.